ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ചയോടെ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ മുന്നോടിയായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷകർ. ഇത് ശക്തി പ്രാപിച്ച് നാളെയോ മറ്റന്നാളോ ന്യൂനമർദ്ദമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂനമർദ്ദം രൂപപ്പെട്ട ശേഷം വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമോ ആകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. അതേസമയം ഈ ന്യൂനമർദ്ദം കേരളത്തിലെ കാലാവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കില്ല. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് കരകയറി മഹാരാഷ്ട്രയ്ക്ക് മുകളിൽ നിലനിന്ന ന്യൂനമർദ്ദം വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് ദുർബലമായി. ഇതോടൊപ്പം അറബിക്കടലിൽ രൂപപ്പെട്ട അസ്ന ചുഴലിക്കാറ്റ് ദുർബലമായി മാറിയ ന്യൂനമർദ്ദവും ദുർബലമായിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് എവിടെയും കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ല. ഒറ്റപ്പെട്ട നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കേ സാധ്യതയുള്ളൂ. ഇന്നുമുതൽ സംസ്ഥാനത്ത് മഴ കുറയുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതാണ്. വിവിധയിടങ്ങളിൽ നിലവിൽ വെയിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ഇന്നുമുതൽ ഏതാനും ദിവസം ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രത്യേക അലർട്ട് നൽകിയിട്ടില്ല. എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.